ഒരു വൈറ്റ് സോസ് പാസ്തയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം പാസ്ത ഇച്ചിരി ഓയിലൊഴിച്ച് ഇത്തിരി ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2-3 വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാസ്തയ്ക്ക് ആവശ്യമായ ക്യാപ്സിക്കം എടുക്കാൻ പോയ വഴിക്ക് ഫ്രിഡ്ജ് തുറന്നത് അവർക്കുള്ള പാലിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് കാറുന്ന മക്കളെയാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര കാർച്ചയായിരുന്നു ഇവർ. എന്നിട്ട് അവർക്കുള്ള പാല് ചൂടാക്കി കൊടുത്തു. ചൂടാക്കി കൊടുത്തപ്പോഴാണ് എനിക്കിച്ചിരി സമാധാനം തന്നത്. അങ്ങനെ പാസ്ത വേവിച്ച് വെച്ചത് ഇച്ചിരി ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് സോട്ട് ചെയ്യണം, വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ടാണ് ഈ 2 പാൻ വെച്ചേക്കുന്നത്. ഒരു പാനിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വെജിറ്റബിൾസ് ഇട്ട് സോട്ട് ചെയ്തു. വെജിറ്റബിൾസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടറ്റോയും ക്യാപ്സിക്കവും ബീൻസും ക്യാരറ്റുമാണ്. മറ്റേ പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്കും നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്തു. അത് ഒരു നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കോൺഫ്ലോർ പൊടി ഇട്ട് സോട്ട് ചെയ്തിട്ട് പാലൊഴിച്ച് നല്ല കുറുക്കി എടുക്കണം. നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലേ കട്ട പിടിക്കും കേട്ടോ. എന്നിട്ട് ഈ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, അതിനകത്തോട്ട് ഈ വൈറ്റ് സോസ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഇടുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അത് നല്ല മൊത്തത്തിലങ്ങ് ചേരണം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പപ്പ വന്നപ്പോഴത്തേക്കും നാളത്തേക്കുള്ള അരി അരിക്കാനും കൂടി ഉണ്ടായിരുന്നു. അത് അരച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അതരച്ച് ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്ത ഏകദേശം ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും വെച്ചു. ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ചീസ് ഇട്ടിട്ട് അടച്ചു വെച്ചു. അങ്ങനെ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ചായ തിളപ്പിച്ച് ഞങ്ങളിവിടെ ഇടുന്നത് ആദ്യം വെള്ളം വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ചായപ്പൊടി ഇട്ടിട്ട് അത് അത്യാവശ്യം തിളച്ച ഇത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാലൊഴിച്ചിട്ടാണ് ചായ ഇടൽ കേട്ടോ. അങ്ങനെ ചായ ഇട്ട് പാസ്തയും ശരിയായി. അങ്ങനെ ഞങ്ങൾ ചായയും പാസ്തയും കൂടി വൈകുന്നേരത്തേക്ക് കഴിച്ചു. അത്രയേ ഉള്ളൂ.